ഇങ്ങനെ കാട്ടാന ശല്യം സ്ഥിരമുണ്ടോ? ശല്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷത്തോളം മുന്നേ ഇവിടെ നേരത്തെ കാട്ടാന ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ഭാഗത്തു നിന്ന് എല്ലാം പിൻവാങ്ങി പോയിട്ടുള്ളതാണ്. ഇപ്പോൾ വ്യാപകമായ കാട്ടാന, അതായത് ഇവിടെ ഒരു അശാസ്ത്രീയമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്നാ വെച്ച് കഴിഞ്ഞാൽ അശാസ്ത്രീയമായിട്ട് കുറേ തീരുമാനങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ഒരു മിനിയാ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഈ ചുള്ളിക്കണ്ടം മുള്ളിങ്ങയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ MLA ഫ്ലാഗ് ഓഫ് ചെയ്ത്, MLA എന്ന് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ എതിർത്തിൻ്റെ ഇല്ല, ഒരു 10-16 ആനകളെ 600 ആളുകൾ കൂടിയിട്ട് ഈ ഭാഗത്തേക്ക് കടത്തി വിട്ടു. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു. അവിടുത്തെ ജനവാസ മേഖലയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഓടിച്ചു വിട്ടിട്ട് ഈ ആനകൾ ഇവിടെ നിലവിൽ ആനകളുണ്ട്, ഇവിടെ കാഞ്ഞിരവേലി ഭാഗത്തുനിന്ന് ആനകൾ ഇവിടെ കയറുന്നുണ്ട്. ഈ ആനകൾ ഇവിടെ ഓടിച്ചിട്ട് എങ്കിൽ ഈ ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജനനേതാക്കന്മാരോ പറയുന്നില്ല, ഇവിടെ വന്ന ആനേനെ ശരിക്കും ഈ ഭാഗത്തുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് ഈ ആനകളെ ഈ പൂയംകുട്ടി വനത്തിലേക്ക്, വലിയ വനമാണ് ഇതിൽ ശക്തമായിട്ടുള്ള, അതായത് ഈ ഭാഗത്ത് കാഞ്ഞിരവേലി ഭാഗത്ത് ആളുകൾ അവിടെ നിന്ന് വീടുകൾ ഒഴിഞ്ഞ്, എത്രയോ വീടുകളാണെന്ന് പറഞ്ഞാൽ അവിടെ ഒഴിഞ്ഞ് കിടക്കുന്നത്, ഈ ആളുകളെ എല്ലാം കൂട്ടിക്കൊണ്ട് ഈ ഭാഗത്തുനിന്ന് ഈ ആന പൂയംകുട്ടി വനത്തിലേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റാനുള്ള ഒരു തീരുമാനം ഇല്ലാണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഓടിച്ച് അക്കരെ കടത്തി വിട്ടു. അവിടെ ജനവാസമല്ലേ. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ആളുകൾ ഓടിച്ചിട്ട് അവിടെയുള്ള നേതാക്കന്മാരൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് ഓടിച്ച് നാട്ടുകാരെല്ലാം കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഓടിച്ചു വിട്ടു. ഇത് ജനവാസമല്ലേ. ഇത് രാവിലെ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനകൾ വന്ന് ഈ പന കഴിച്ച് പോകുന്നതല്ലാതെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രദേശത്തുള്ള, അപ്പോൾ 10 വർഷമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ ഈ പ്രദേശത്ത് പറയില്ല, ഈ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ആനകൾ കൊണ്ടുണ്ടാവുന്നത്? വ്യാപകമായിട്ട് ഇപ്പോൾ കൃഷി, നമ്മുടെ ഇപ്പോൾ ഈ പെരിയാറിൻ്റെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, വ്യാപകമായ കൃഷിനാശമുണ്ട്. ആളുകൾ ഒരു പരാതിയായിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ വീട്, ഞാനിപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ താഴെ വരെ വന്നിട്ട് നിൽക്കുന്ന വാഴകൾ, തെങ്ങുകൾ, എത്രയോ ആളുകൾ, ഞാൻ എത്രയോ ആളുകൾ ഉദാഹരണം കാണിച്ചു തരാം. പക്ഷേ ഇവരൊന്നും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ആരോട് പരാതിപ്പെടും? ഇവർ ഫോറസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് മൊത്തം എന്ന് പറയുന്ന ആന ഇറങ്ങാൻ ഈ വനത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് നോക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആന ഇവരുടെ ഇതിലല്ലോ നിൽക്കുന്നത്. പ്രതിഷേധം നടത്തുന്നത് എന്താണ്? നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? നമ്മളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനകളെ ഈ ഭാഗത്തുനിന്ന്, നിലവിലിവിടെ ആന ഉണ്ടായില്ല, ഈ ആനകളെ ശാശ്വതമായിട്ട് ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള വലിയ വനമേഖലയുണ്ട്, അങ്ങോട്ട് മാറ്റുക. രണ്ടാമത് ഇപ്പോൾ അശാസ്ത്രീയപരമായിട്ട് ഇവിടെ ഇപ്പോൾ ഫെൻസിങ് നിർമ്മാണം പറയുന്നുണ്ട്. ഇപ്പോൾ നോക്ക്, ഈ റോഡ് മുതൽ ഈ പുഴ വരെ ഇത്രയും നീണ്ടപാറ വരെയുള്ള ഭാഗത്ത് ജനം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. അതിനുശേഷം പുഴയ്ക്ക് അക്കരെ കാഞ്ഞിരവേലി ഭാഗത്തും തൊട്ടിയാർ പവർ ഹൗസ് വരെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്കൂടെ ഒരു ഫെൻസിങ് ഇട്ടിട്ട് എന്താ കാര്യമുള്ള? അവിടുന്ന് ആന ഇവിടെ വരെ വരാം, ഈ ആന ഇവിടുന്ന് ഇറങ്ങി അവിടെ വരെ വരാം. ശരിക്കും ഈ വന അതിർത്തി തീർത്ത്, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വനാതിർത്തി തീർത്ത് ഫെൻസിങ്, ഈ അതായത് ജനങ്ങളെ മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു നടപടി ഉണ്ടാക്കുക. അതായത് വനാതിർത്തി തീർത്ത് ഈ ഭാഗത്തും കാഞ്ഞിരവേലിയുടെ അങ്ങേ ഭാഗത്തും വനാതിർത്തി തീർത്ത് ഫെൻസിങ് നിർമ്മിച്ച് ആളുകളെ അതിനുള്ളിലാക്കി നിർത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലാണ്ട് ഈ ആളുകൾ താമസിക്കുന്നതിൻ്റെ നടുക്കേക്കിടെ ഒരു ഫെൻസിങ് ഇട്ടിപ്പോൾ തീരുമാനം വന്നിട്ടുണ്ട്. നീണ്ടപാറ വരെ, നേരുമല മുതൽ നീണ്ടപാറ വരെ ഫെൻസിങ് ഇടാൻ തീരുമാനമായിട്ടുണ്ട്. ഇവിടുന്ന് ആനയ്ക്ക് അവിടെ വരാൻ പാടില്ലേ? കാഞ്ഞിരവേലി ഭാഗത്തുനിന്ന് ധാരാളം ആനകളുണ്ട്. അവിടെ